വളരെ കൃത്യമായി പറയാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന ന്യൂനപക്ഷ വർഗീയതയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവിടെ UDF നേട്ടമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളത് പച്ചയായ പരമാർത്ഥം തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇവരെ എതിർക്കപ്പെടേണ്ടവരാണെന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം, ഇന്ത്യ സർക്കാർ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകൾ ഇവിടെ നിന്ന് സംഘടന നിരോധിച്ചുവെങ്കിൽ തന്നെയും ആ സംഘടനയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പ്രവർത്തകരെല്ലാം ഇന്ന് എവിടെ പോയി എന്നൊരു വലിയ ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. ആ പ്രവർത്തകരെല്ലാവരും തന്നെ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെയും അതോടൊപ്പം SDPIയിലേക്കും ചേർന്നു എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ? അങ്ങനെ ഒരു യാഥാർത്ഥ്യം അവിടെ ഇല്ലേ? അതുകൊണ്ട് തന്നെ ഇവരെ പിന്തുണച്ചുകൊണ്ട് കേരളത്തിൽ മറ്റു തരത്തിലുള്ള ഒരു ഭീകരവാദ അന്തരീക്ഷം സൃഷ്ടിക്കാനാണോ UDF ശ്രമിക്കുന്നത് എന്ന് നമ്മൾ ശങ്കിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവരുടെ കയ്യിലേക്ക് പോകുന്നു. അതോടൊപ്പം തന്നെ അവരുടെ UDFിലുള്ള ഏറ്റവും പ്രമുഖനായ നേതാവായ ഷാഫി പറമ്പിൽ, അങ്ങനെ തന്നെ ഞാൻ പറയും, ഏറ്റവും പ്രമുഖനായ നേതാവ്. എന്തുകൊണ്ടെന്നാൽ VD സതീശിനേക്കാളും ഇന്ന് രമേശ് ചെന്നിത്തലയെക്കാട്ടിലും ഏറ്റവും അധികം ഫാൻസ് ഉള്ള ഒരു കോൺഗ്രസ് നേതാവ് ഷാഫി പറമ്പിൽ തന്നെയാണ്. എന്തുകൊണ്ട് അങ്ങനെ ഒരു ഫാൻസ് ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഷാഫി പറമ്പിലിനെ വളർത്തിയതും വലുതാക്കിയതും ഈ പറയുന്ന മതരാഷ്ട്രവാദികളായ നേതാക്കന്മാർ തന്നെയാണ്, അല്ലെങ്കിൽ സംഘടനകൾ തന്നെയാണ് എന്ന് പച്ചയ്ക്ക് നമുക്ക് പറയേണ്ടി വരും.